കാസർഗോഡ് തയ്യേനിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് മതിയായ ഭക്ഷണം എത്തിച്ചിട്ടില്ല എന്ന് പരാതി. 54 പേരുള്ള ക്യാമ്പിൽ 45 പേരുടെ പ്രഭാത ഭക്ഷണം മാത്രമേ എത്തിച്ചിട്ടുള്ളൂ. ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരടക്കം 75 പേരുള്ളപ്പോൾ ഉച്ചഭക്ഷണം എത്തിച്ചതാകട്ടെ 65 പേർക്ക് മാത്രമെന്നും പരാതിയുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല. ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്, വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ നിറവേറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. ഏകദേശം 100-ലധികം ആളുകൾ ഈ ക്യാമ്പിന്റെ പ്രവർത്തനവുമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 40 പേർക്ക് 45 പേർക്ക് മാത്രമുള്ള ഭക്ഷണമാണ് ലഭ്യമാകുന്നത്. അത് റവന്യൂ അധികൃതർ ഈ കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. പഞ്ചായത്തിനെ നേരിട്ട് ഏൽപ്പിച്ചാൽ പഞ്ചായത്തെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ പഞ്ചായത്ത് നൽകുന്ന ഉത്തരവുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ഘടകവിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ റവന്യൂ വകുപ്പ്, വില്ലേജിൽ, അതുപോലെ താലൂക്കിലെ ഉദ്യോഗസ്ഥർ നൽകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ എല്ലാവർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് ആവർത്തിച്ച് സർക്കാർ പറയുന്നത്. ഇപ്പോൾ രാവിലെയും പരാതിയുണ്ടായി, ഉച്ചയ്ക്കും പരാതിയുണ്ടായി. എന്തുകൊണ്ടാണ്? അതുമാത്രമല്ല, രക്ഷാപ്രവർത്തനത്തൊക്കെ ഇറങ്ങി ചെല്ലുന്നവർക്ക് പോലും മതിയായ ആഹാരം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ആർക്കാണ് ജില്ലയുടെ ചുമതല? അതുതന്നെയാണ് ആര്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ 3:30 കൂടിയാണ് തയ്യേനിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. 3 ഉരുൾപൊട്ടലുകൾക്ക് ശേഷം അടിയന്തരമായി തന്നെ ആളുകളെ തൊട്ടരികിലുള്ള തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ ക്യാമ്പിനകത്തേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള നീക്കങ്ങളടക്കം KCBയുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായത് മണിക്കൂറുകൾ നീണ്ടായിരുന്നു. അത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്, വില്ലേജ് ഓഫീസർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വെളിവായതാണ്. പിന്നീട് കളക്ടറടക്കം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ടാണ് അവിടെ വൈദ്യുതി അടക്കം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. എന്നാൽ ഇന്ന് രാവിലത്തോടു കൂടി പരിപൂർണമായി കാര്യങ്ങൾ താളം തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. 55ഓളം ആളുകളുള്ള അന്തേവാസികളായുള്ള ക്യാമ്പിലേക്ക് 45 ആളുകൾക്കുള്ള ഭക്ഷണമാണ് എത്തുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി സ്ഥിതിഗതികൾ മാറുകയാണ്. രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ വീടുകൾ വൃത്തിയാക്കാനടക്കം എത്തിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ആളുകൾ, ആരോഗ്യ പ്രവർത്തകരടക്കം അവിടെ 75ഓളം ആളുകൾ ക്യാമ്പിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു. എന്നാൽ വെറും 55 ആളുകൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ അവിടെ ഒരുക്കിയിട്ടുള്ളൂ എന്നത് പറയുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെയാണ് എന്നത് തന്നെയാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുറന്നു പറയുകയാണ്, റവന്യൂ വകുപ്പും പഞ്ചായത്തും 2 തട്ടുകളിലാണ് നിൽക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ പരിപൂർണമായി തട്ടിക്കളയുകയാണ് റവന്യൂ അധികൃതർ എന്നാണ് പറയുന്നത്. നിലവിൽ ജില്ലയുടെ ചാർജുള്ള മന്ത്രി KM ഷാജിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഈ രീതിയിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന പഞ്ചായത്തിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നാണ് റവന്യൂ അധികൃതർക്ക് നേരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത്. നോക്കൂ, അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മതിയായ സൗകര്യങ്ങൾ, അത് ഭക്ഷണവും കുടിവെള്ളവും അടക്കമുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ചയുണ്ട്. അത് ഒന്നാമത്തെ ഏറ്റവും ഗൗരവമേറിയ വിഷയം. അത് മാത്രമല്ല, ഇതുപോലെയുള്ള പ്രതിസന്ധികൾ നാട് നേരിടുമ്പോൾ സഹായിക്കാൻ ജീവൻ പണയം വെച്ച് ഇറങ്ങുന്ന ആളുകളാണ് രക്ഷാപ്രവർത്തകർ. അവർക്ക് പോലും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ വലിയ വീഴ്ചയുണ്ട് എന്ന് പറയേണ്ടി വരും.